എന്ത് വന്നാലും പ്രശ്നം, ടെൻഷനും പ്രയാസമൊന്നുമില്ല. അത് റബ്ബ് തന്നു, റബ്ബെടുത്തു. എന്ത് ചെയ്യാനാ? നിലവിളിച്ചാ കിട്ടുവോ? നീ കടന്ന് നിലവിളിക്ക, ടെൻഷൻ അടിക്കുന്ന ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നീ ടെൻഷൻ അടിച്ചാ പോയി തിരിച്ചിട്ടോ? എടോ, അള്ള പറഞ്ഞെന്താ? എല്ലാവരുടെ ജീവിതത്തിലും ടെൻഷനും പ്രയാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ ഇരിക്കണ നിങ്ങൾ വഴുത് വെക്കാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം, ദ്വാ പ്രതീക്ഷിച്ച ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കണേ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ഉസ്താദ് ദ്വാ ചെയ്യണം, ദ്വാ ചെയ്യണം. എന്റെ കാര്യം ആരോട് പറയും ഞാൻ? എടാ, നമ്മൾ രണ്ടുപേരും ചിന്തിക്കുക, നമ്മളൊക്കെ ജീവിതത്തിലെ പ്രയാസവും ദുഃഖവും. അപ്പൊ നിങ്ങൾ ചോദിക്കണത്, അല്ല എന്തോ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കണേ? അവക്ക് വീട് കൊടുത്തു, എനിക്ക് വീടില്ല. അവക്ക് മക്കളെ കൊടുത്തു, എനിക്കില്ല. അവൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല. അള്ളാഹ്ക്ക് വെറുപ്പൊന്നും ആരോടും ഇല്ലടോ. എടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ള പറഞ്ഞെന്താ? ജീവിതത്തിൽ പ്രയാസവും ദുരിതമൊക്കെ വരുമ്പോ അള്ളാഹിന് ശുക്ർ ചെയ്ത് ജീവിക്ക്, അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്ത്. എന്തേ നേട്ടം? എന്തേ നേട്ടം? അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. എന്റെ ചങ്ങായിമാരൊക്കെ 10ാം ക്ലാസ്സിൽ തോറ്റു, പോയി തൂങ്ങുക. എന്ത് കിട്ടും? എടാ, തോറ്റാ തോറ്റു, അടുത്ത പരീക്ഷ എഴുതി ജയിക്കണം. ഒരു ജോലി ഉണ്ടായിരുന്നു, പോയാ പോട്ടെ, അടുത്ത ജോലി ഉണ്ടാകണം. ഒരു കച്ചവടം പോയി അടുത്ത കച്ചവടം ഉണ്ടാക്കണം. ഈ എന്തിനാ ടെൻഷനും ബേജാറൊക്കെ എന്തിനാ? അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ, ഉസ്താദ് നിങ്ങൾ പറയണ കേട്ടാല്, ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, തോറ്റുപോയി. എന്ത് പറയണം? എന്ത് പറയണം? അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറയണം? ഉറക്കെ പറയടോ. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്ത് പറയണം? എന്ത് പറയണോ? ഒരു രോഗം വന്നു, എന്ത് പറയണം? അൽഹംദുലില്ലാ പറയോ? ഉസ്താദിന് വട്ടാണെന്ന് തോന്നുന്നില്ലേ? എന്നാ പറയണം ചങ്ങാതി. ഇവിടെ ഉണ്ടായിരുന്ന ജോലി പോയാൽ പോട്ടെ, അൽഹംദുലില്ലാ അടുത്ത റബ്ബ് തരും. ടെൻഷനും ബേജാറൊന്നും വേണ്ട. ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒറ്റ ഹദീസ് മനസ്സിൽ കരുതിയാൽ മതി. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാളുടെ മനസ്സിന്റെ ഉള്ളിനകത്തേക്ക് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ അവന് സങ്കടമില്ലടോ, അവന് ദുഃഖമില്ലടോ. എന്ത് നഷ്ടപ്പെട്ടാലും അവനൊന്നുമില്ല. പടച്ച റബ്ബ് തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. ഇത്രയേമുള്ള സഹോദരാ, നിരാശ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്റെ വീട് പോയല്ലോ, എന്റെ കച്ചവടം പോയല്ലോ, എന്റെ കാറ് പോയല്ലോ, എന്റെ സമ്പത്ത് പോയല്ലോ. പടച്ചവരെ, ജീവിതത്തിലെ സങ്കടമില്ലടോ. അല്ലാഹു തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. അതാ പറഞ്ഞത്, ഇന്നാ ലില്ലാഹ്. അല്ലാഹ് പറഞ്ഞല്ലോ, നിന്നെ പരീക്ഷിക്കുമെന്ന്. നിനക്ക് ഭയം തരും സഹോദരാ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു നിന്നെ ഭയപ്പെടുത്തും. വൽജൂഅ്, നിനക്ക് വിശപ്പ് തരും സഹോദരാ. അല്ലാഹ് പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു എണ്ണി എണ്ണി പറയുകയാ. നിന്നെ ഞാൻ പീഡിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ശത്രുക്കൾ പറയും നിന്നെ കൊല്ലുമെന്ന്. നീ ഭയക്കാൻ പാടില്ല, അവര് നിന്നെ ഒന്നും ചെയ്യില്ല. നീ ഭയക്കണ്ട, നീ ഉറച്ചു നിൽക്ക്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ വിശപ്പ് തരും, നിനക്ക് ഞാൻ പട്ടിണി തരും, നിനക്ക് ഞാൻ ഞെരുക്കം തരും. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ഞാനോ നിങ്ങളോ അല്ല. 3 വർഷക്കാലം ഷേബു അബീ താലിബിന്റെ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചു സഹോദരാ. അല്ലാഹ് പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണം പട്ടിണി അല്ലാഹ് തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടോ? എടാ, നബിതങ്ങളും തന്റെ കുടുംബവും ഷേബു അബീ താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിച്ചു. നമ്മൾ ആരെങ്കിലും തിന്നിട്ടുണ്ടോ ജീവിതത്തിൽ ഇല? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല തിന്ന ആരെങ്കിലും ഉണ്ടോ? തിന്നിട്ടുണ്ടോ? നമ്മൾ ഇല തിന്നും എപ്പോഴെന്നറിയോ? മട്ടൻ മന്തി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അത് ആകെ തിന്നണ ഇല, ആ ഇലയല്ല. നബിതങ്ങളും സഹാബത്തും 3 മാസം നബിതങ്ങളുടെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. അത്രയ്ക്കും പട്ടിണി.
നബിതങ്ങളുടെ വീടിനകത്തുള്ള പട്ടിണിയെ കുറിച്ച് പഠിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ഇത്തിരി മാവ് കിട്ടിയപ്പോ ഒരു റൊട്ടി ഉണ്ടാക്കി. വാപ്പ പട്ടിണി ആയതുകൊണ്ട് പകുതി കൊണ്ട് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബിതങ്ങൾ കൈ വെച്ചിട്ട് കരയാ. എന്തേ ഉപ്പ കരയണേ? 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന അരിഭക്ഷണം മോളെ. ഇതായിരുന്നു നബിതങ്ങളുടെ ജീവിതം. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല കോടീശ്വരിയായിരുന്നു ഖദീജ. നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ല, നീ വീട്ടിൽ പൊക്കോളാൻ. ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു മറുപടി, നീ കോടീശ്വരിയായി, നിനക്ക് പട്ടിണി കിടന്നിട്ട് ശീലമില്ല ഖദീജ, എന്നെ വിട്ടിട്ട് പൊക്കോളാൻ. അപ്പോഴാ ഖദീജ പറഞ്ഞത്, നബിയെ, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ. ഇത് സിനിമയുടെ ഡയലോഗ് ഒന്നുമല്ല, ഇത് ഖദീജ പറഞ്ഞതാണ്. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു പട്ടിണി തരും, അള്ളാഹു നമ്മുടെ സാമ്പത്തികമായി നമ്മളെ തകർക്കും, ബിസിനസ് ഒക്കെ പോകും, അതൊക്കെ പരീക്ഷണം. അള്ളാഹു രോഗങ്ങൾ തരും, അതും പരീക്ഷണം. ചിലപ്പം മരണം തരും, അതും പരീക്ഷണം. നീ അപ്പൊ പറയണം, വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വന്നാലും പ്രശ്നം, ടെൻഷനും പ്രയാസമൊന്നുമില്ല. അത് റബ്ബ് തന്നു, റബ്ബെടുത്തു. എന്ത് ചെയ്യാനാ? നിലവിളിച്ചാ കിട്ടുവോ? നീ കടന്ന് നിലവിളിക്ക, ടെൻഷൻ അടിക്കുന്ന ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നീ ടെൻഷൻ അടിച്ചാ പോയി തിരിച്ചിട്ടോ? എടോ, അള്ള പറഞ്ഞെന്താ? എല്ലാവരുടെ ജീവിതത്തിലും ടെൻഷനും പ്രയാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ ഇരിക്കണം നിങ്ങൾ വാഴ്ത്തേക്കാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം, ദ്വാ പ്രതീക്ഷിച്ച ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കണേ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ഉസ്താദ് ദ്വാ ചെയ്യണം, ദ്വാ ചെയ്യണം. എന്റെ കാര്യം ആരോട് പറയും ഞാൻ? എടാ, നമ്മൾ രണ്ടുപേരും ചിന്തിക്കുക, നമ്മളൊക്കെ ജീവിതത്തിലെ പ്രയാസവും ദുഃഖവും. അപ്പൊ നിങ്ങൾ ചോദിക്കണത്, അല്ല എന്തോ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കണേ? അവക്ക് വീട് കൊടുത്തു, എനിക്ക് വീടില്ല. അവക്ക് മക്കളെ കൊടുത്തു, എനിക്കില്ല. അവൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല. അള്ളാഹ്ക്ക് വെറുപ്പൊന്നും ആരോടും ഇല്ലടോ. എടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ള പറഞ്ഞെന്താ? ജീവിതത്തിൽ പ്രയാസവും ദുരിതമൊക്കെ വരുമ്പോ അള്ളാഹിന് ശുക്ർ ചെയ്ത് ജീവിക്ക്, അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്ത്. എന്തേ നേട്ടം? അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. എന്റെ ചങ്ങായിമാരൊക്കെ 10ാം ക്ലാസ്സിൽ തോറ്റു, പോയി തൂങ്ങുക. എന്ത് കിട്ടും? തോറ്റാ തോറ്റു, അടുത്ത പരീക്ഷ എഴുതി ജയിക്കണം. ഒരു ജോലി ഉണ്ടായിരുന്നു, പോയാ പോട്ടെ, അടുത്ത ജോലി ഉണ്ടാകണം. ഒരു കച്ചവടം പോയി അടുത്ത കച്ചവടം ഉണ്ടാക്കണം. ഈ എന്തിനാ ടെൻഷനും ബേജാറൊക്കെ എന്തിനാ? അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ, ഉസ്താദ് നിങ്ങൾ പറയണ കേട്ടാല്, ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്ത് പറയണം? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറയണം? ഉറക്കെ പറയടോ. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്ത് പറയണം? ഒരു രോഗം വന്നു, എന്ത് പറയണം? അൽഹംദുലില്ലാഹ് പറയോ? ഉസ്താദിന് വട്ടാണെന്ന് തോന്നുന്നില്ലേ? എന്നാ പറയണം ചങ്ങാതി. ഉണ്ടായിരുന്ന ജോലി പോയാൽ പോട്ടെ, അൽഹംദുലില്ലാഹ്, അടുത്ത റബ്ബ് തരും. ടെൻഷനും ബേജാറൊന്നും വേണ്ട. ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒറ്റ ഹദീസ് മനസ്സിൽ കരുതിയാൽ മതി. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാ ടെൻഷനും മാറാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? നീ ഈ സംഘാടകനൊന്നും ഇരിക്കുന്നില്ലേ? ബക്കറ്റാണ് കൊണ്ട് നടക്കുന്നത്. ബക്കറ്റ് അവസാനം പോരെ. എല്ലാ ടെൻഷനും മാറാനുള്ള വഴി എന്തെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഉറക്കെ പറ? ഉണ്ടോ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഇന്ന മഅൽ ഉസ്രി യുസ്റ അല്ലേ? എന്റെ പൊന്നാര ചങ്ങാതി, എടാ, ഒരു കയറ്റം കഴിഞ്ഞാ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട്. നിനക്കിപ്പം ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം വരാൻ പോകുന്നതിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നീ ദുഃഖത്തിലാണോ, പ്രയാസത്തിലാണോ? നീ മനസ്സിലാക്ക്, നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു. നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? പറ, എന്ത്? പ്രയാസം. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് പ്രയാസം. ആ പ്രയാസത്തിന്റെ പുറകിൽ നിനക്കൊരു സന്തോഷം വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇനി ഒരു അൽഹംദുലില്ലാഹ് പറ, നല്ല പോലെ പറ.
ഇനി മേലെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. പ്രയാസവാ, ദുഃഖവാ, ദുരിതവാ പറഞ്ഞുകൊണ്ട് നടന്ന വരാനിരിക്കുന്ന സന്തോഷം പോയി കിട്ടും. അനുഭവിക്കാനുള്ളത് അനുഭവിക്കുകയും വേണം. എന്തിനാവശ്യമില്ല. അപ്പൊ രണ്ട് കാര്യം ഓർക്കുക. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, സന്തോഷത്തിന്റെ പുറകിൽ എന്തുണ്ട്? അതുകൊണ്ടാ പറഞ്ഞത് ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ. ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, ചില പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അല്ലാഹു പറയുകയാ, നിനക്ക് സന്തോഷമുള്ള ജീവിതം ഞാൻ തരാം നിനക്ക്. അല്ലാഹു പറയുകയാ, ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പ്രയാസപ്പെടണ്ട. അല്ലാഹു പറയുകയാ, അല്ലാഹു പറഞ്ഞ വാചകം എന്തെന്നറിയുവോ? നിങ്ങൾക്ക് ഈ ദുനിയാവില് രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? സന്തോഷത്തോടെ സമാധാനത്തോടെ, അല്ലാഹുവേ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കണോ? അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതന ത്വയ്യിബാ. ഈ ഒരൊറ്റ ആയത്ത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. അല്ലാഹു പറയുകയാ, ഈ ലോകത്ത് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? ഈ ലോകത്ത് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? അല്ലാഹു പറയുകയാ, ഫലനുഹയ്യന്നഹും ഹയാതന ത്വയ്യിബാ. ഏറ്റവും നല്ല ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം. ഏറ്റവും മനോഹരമായ ജീവിതം, സുന്ദരമായ ജീവിതം. അൽഹംദുലില്ലാഹ്, കോടീശ്വരന്മാര് ജീവിക്കുന്നത് പോലെ രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത സന്തോഷവും സമാധാനവും ഞാൻ നിങ്ങൾക്ക് തരാം. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ അവനെ നോക്കണേ, ഇവനെ നോക്കണേ, ആ ചങ്ങാതി അങ്ങനെ, ഈ ചങ്ങാതി ഇങ്ങനെ? എടാ, നിനക്ക് വേണോ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം? നിനക്കും നിന്റെ കുടുംബത്തിലും ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഒരേ ഒരു കാര്യം ചെയ്താൽ അല്ലാഹു നിനക്കെല്ലാം ഒരുക്കി തരും. സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? മൻ അമില സ്വാലിഹ, നന്മ ചെയ്യണം. തലകുത്തി നിൽക്കണമെന്നല്ല പറഞ്ഞേ, നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ നന്മകൾ ചെയ്താൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഞാൻ പറയുകയാ, ആര് ഭരിക്കട്ടെ, ആരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നിന്റെ വീട്ടിൽ സമാധാനം വേണോ? നിന്റെ വീട്ടിൽ സന്തോഷം വേണോ? നിനക്ക് സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കണോ? അല്ലാഹു പറയുന്നു, നീ നല്ല കാര്യം ചെയ്യ്. അല്ലാഹു പറയുന്നു, നീ നല്ല കാര്യം ചെയ്താൽ നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സന്തോഷവും സമാധാനമുള്ള ജീവിതം എന്ന് പറഞ്ഞ എന്താ? അധികാരം കിട്ടലൊന്നുമല്ല. എടാ, ഒന്ന്, ഞാൻ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? രാവും പകലും നമുക്ക് തിന്നാനുള്ള ഭക്ഷണത്തിന് അല്ലേ? ആണോ അല്ലേ? ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കഴിയണം. അതല്ലേ നമ്മുടെ ചിന്ത? കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ ആഗ്രഹം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം, അൽഹംദുലില്ലാഹ്, മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി രണ്ടാമതൊരാഗ്രഹമേ ഉള്ളൂ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈമാനോടുകൂടി മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് രണ്ടും കിട്ടിയ ദുനിയാവ് കിട്ടിയോ?
പറ കിട്ടിയോ? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണവും കിട്ടി, ഹലാലായ ഭക്ഷണവും കിട്ടി, ഈമാനുള്ള മരണവും കിട്ടി. ഇത് കിട്ടിയ ദുനിയാവ് രക്ഷപ്പെട്ടോ? നിങ്ങൾ പറ രക്ഷപ്പെട്ടോ? പറ സഹോദര രക്ഷപ്പെട്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇത് രണ്ടും വേണ്ടവരൊന്ന് കൈവക്കിക്ക്. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണവും നല്ല മരണവും വേണ്ടവര് കൈവക്ക്. അള്ളാഹുവെ അരക്കയ്യന്മാരുണ്ടോ? അരക്കയ്യന്മാരുണ്ടോ? അള്ളാഹുവെ ആരെല്ലാം കൈ ഉയർത്തിയോ മരിക്കുന്നവരെ ആരുടെ മുമ്പിലും ഈ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ഉയർത്തിയ കൈ കൊണ്ട് ഹൗലുൽ കൗസർ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവരെ നീ നന്നാക്കണേ അല്ലാ. രാമ്യം പറ. പൈസ ഒന്നും ചോദിച്ചില്ല. എടാ ദുനിയാവിൽ ജീവിക്കുന്ന കാലം വരെ മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണവും നല്ല മരണവും നിനക്ക് വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ ആളെ ഞാൻ എന്താ പറയാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഉണ്ടോ? വേണമെന്ന് വെച്ചാ ചക്ക, വേണമെന്ന് വെച്ചാ ചക്ക. അതാ ഇപ്പൊ എല്ലാം കൈ പൊക്കി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പൈസ വല്ലതും ചെലവുണ്ടോ? ഈ രണ്ട് കാര്യം വേണമെങ്കിൽ പൈസ ചെലവുണ്ടോ? ഇല്ല. ആര് പറഞ്ഞു പൈസ വേണമെന്ന്? എടാ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് വേണോ? അല്ലാഹ് പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ ഇത് രണ്ടും നിനക്ക് ഞാൻ തരാം. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട. ഞാൻ പറയുന്ന ഒരു നന്മ നീ ചെയ്താ ഇത് രണ്ടും ഞാൻ നിനക്ക് തരാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒരു നന്മ ചെയ്ത ഞാൻ അല്ലാഹ് പറയുകയാ, ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താ മരിക്കുന്ന കാലം വരെ തിന്നാൻ ഭക്ഷണം ആര് തരും? ഉറക്കപ്പറ, ആര് തരും? നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ആര് തരും? ഉറക്കപ്പറ. അല്ലാഹ് തരും. നല്ല മരണം ആര് തരും? എന്ത് ചെയ്താ മതി? ഒരു നന്മ ചെയ്താ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? പൈസ പിരിക്കാനൊന്നുമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു പൈസ വേണ്ടാന്ന്. പൈസ വേണോ? ഒരു രൂപ പോലും വേണ്ട. കഷ്ടപ്പാടുണ്ടോ? ഉറക്ക വഴിയണോ? വേണ്ട. ഒറ്റ ഒരു നന്മ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക ഒരു ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹു പറയുകയാ, ഞാനല്ല പറയുന്നത്, അല്ലാഹയാ പറയുന്നത്. ഞാൻ പറയുകയല്ല, അല്ലാഹ് പറയുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹ് പറയുകയാ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങളിൽ ആരാണോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിക്കുമെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? 5 തഹജ്ജുദ് നിസ്കരിക്കണോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഈ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുമോ? നിസ്കരിക്കുന്ന കാലത്തോളം തിന്നാനുള്ള ഭക്ഷണം പടച്ച റബ്ബ് തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നമ്മൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഈ ഇരിക്കണേ ആരാ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ?
ഉസ്താദന്മാരത് പറയാൻ എന്താ മടി? എന്തെങ്കിലും ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം, എല്ലാ ദിവസവും ഇറച്ചീന ആരാള ഉസ്താദന്മാര് ഇവര് പറയണത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം ആലിമീങ്ങൾ ഉസ്താദന്മാരാ. ഉസ്താദന്മാര് പറയണത് കൊളസ്ട്രോളാ, ഇറച്ചി വേണ്ടെന്നല്ലേ പറയണത്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് എന്ന ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അതുകൂടെ പറയണം. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ഇവിടെ കിളയ്ക്കാൻ പോകുന്നവനില്ലേ 1000 രൂപ, 900 ഒക്കെ ഇല്ലേ, 900 ഒക്കെ ഇല്ലേ? ഉസ്താദിന്റെ ശമ്പളം ഒന്ന് കൂട്ടി നോക്കിയെങ്കില് ഏറ്റവും ചെറിയ ശമ്പളം ഉസ്താദന്മാർക്കാ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതും ആ ഉസ്താദന്മാര് തന്നെയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. താത്താമാരൊക്കെ പണ്ട് ഉസ്താദന്മാര് പെണ്ണ് കാണാൻ വന്നപ്പോ അയ്യോ ഉസ്താദോ, അയ്യോ ചെറിയ ശമ്പളമേ ഉള്ളൂ, പൈസ ഒന്നുമില്ല, ഗൾഫുകാരൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഏറ്റവും സന്തോഷമുള്ള ജീവിതം ഉസ്താദിന്റെ ഭാര്യയ്ക്ക്. എത്രയൊക്കെ പറഞ്ഞാലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാ? നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും നിസ്കരിക്കാൻ ആരുണ്ട് പള്ളിയിൽ? ഉസ്താദുണ്ട്. ഈ നാട്ടുകാരിപ്പോ കൊറോണ വന്നപ്പോ പോലും പറഞ്ഞില്ലേ ഉസ്താദന്മാര് പള്ളിയിൽ തന്നെ നിസ്കരിച്ചോട്ടെ, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിസ്കരിച്ചോളാം. നിങ്ങൾ ആലോചിച്ചു, ഉസ്താദ് കിറ്റ് നോക്കിപ്പോയോ? ഇല്ല. ഉസ്താദ് എന്ത് കിറ്റ്? ഇടം മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം. അല്ലാഹ് പറഞ്ഞു, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തു ത്വാഹ അവസാനത്തെ പേജ് എടുത്ത് നോക്കിക്കോ, ഖുർആൻ. അപ്പൊ നിസ്കരിക്കും. ഇത് ഉസ്താദന്മാർക്ക് മാത്രം ഉള്ളതാണോ? നീ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിനക്കും കിട്ടും. നീ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങൾക്കും കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന കാലം വരെ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ എല്ലാരും നിസ്കരിക്കൂലേ? എല്ലാരും നിസ്കരിക്കൂടോ? നിസ്കരിക്കാത്ത ആരുമില്ല. എല്ലാരും നിസ്കരിക്കും. അപ്പൊ നീ ചോദിക്കും, എന്തേ ഉസ്താദേ എന്നിട്ട് എനിക്ക് കിട്ടാത്ത? ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നവനാ, ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നവളാ, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, 5 വഖത്ത് നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കും. നിങ്ങൾ എല്ലാരും നിസ്കരിക്കും. എന്റെ ഉസ്താദന്മാർക്ക് മാത്രം കിട്ടണത്? അവര് സമയത്ത് നിസ്കരിക്കും. നമ്മളോ? ഇരിക്കണ താത്താമാരൊക്കെ എപ്പോഴാ ലോഹർ നിസ്കരിക്കണേ? 12:30 ആകുമ്പോൾ മോദിയും ബാങ്ക് വിളിക്കും. നീ ചോറ് വെക്കാൻ തിരക്കില്ല. ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, മീൻ വെട്ടണം, തുണി കഴുകണം, കുളിക്കണം, എല്ലാം കഴിഞ്ഞ് 2:45 നിസ്കരിക്കാൻ പോകും. നമുക്ക് തോന്നുന്ന സമയത്തല്ലല്ലോ നിസ്കരിക്കേണ്ടത്. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ സമയം. ആ സമയത്ത് വേണം നിസ്കരിക്കാൻ. സമയത്ത് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈലെന്ന് പറയുന്ന നരകം കള്ളുകുടിയനല്ല, വ്യഭിചരിക്കുന്നവനല്ല. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്കാ. അല്ലാഹു കാക്കുമാറാകട്ടെ. എങ്ങനെ നിസ്കരിക്കുന്നവർക്ക്? കൃത്യനിഷ്ഠതയൊന്നുമില്ല, അലസത, നീട്ട നിസ്കാരം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. യാത്രക്കാർക്ക് പിന്നെ ഉദറുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. ഞാൻ മിക്ക ഉള്ളപ്പോഴും ജമ്മിന്റെ ആളാ. ഞാൻ എപ്പോഴും ജമ്മം നമ്മുടെ യാത്രക്കാരായതുകൊണ്ട് അല്ലാഹു അലം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അധിക നിസ്കാരവും ജമ്മാക്കിയിട്ടാണ് നിസ്കരിക്കുക. അല്ലാഹു ഒരു ഉദറ് തന്നതിന്റെ പേരിൽ പടച്ചോൻ അല്ലാഹു പുറത്തിരുമാറാകട്ടെ. എപ്പോഴും യാത്രയായത് കാരണം മിക്ക ഉള്ള ദിവസവും ജമ്മ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അങ്ങനെ പറ്റുമായിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ യാത്രയാകുമ്പോൾ. അല്ലാഹു അലം, പടച്ചോൻ പുറത്തിരുമാറാകട്ടെ. സമയത്ത് നിസ്കരിച്ചാൽ മതി. രണ്ട് നല്ല മരണം അല്ലാഹു തരും. അപ്പൊ ഞാൻ പറഞ്ഞത് സമയത്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം. മീൻ വെട്ടി എന്ന് പറഞ്ഞിട്ട് കുളി നിർബന്ധമാവോ? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണോ? മീൻ വെട്ടിയാ കുളിക്കണം, കരി പറ്റിയാ കുളിക്കണം, വിയർപ്പ് പറ്റിയാ കുളിക്കണമെന്നുണ്ടോ? ബാങ്ക് വിളിക്കുമ്പോ കയ്യും കാലും കഴുകണം, ഒതു എടുക്കണം, പോയി നിസ്കരിച്ചേക്കണം. മീൻ വെട്ടലൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ തടസ്സമല്ല. നിസ്കാരം ബന്ധിക്കാനുള്ള കാരണമായിട്ട് പടച്ചോനെ ഞാൻ മീൻ വെട്ടി അതുകൊണ്ട് നിസ്കരിക്കാൻ ബന്ധിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല സഹോദരി. അതുകൊണ്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും കഴുകുക, അൽഹംദുലില്ലാ, പോയി നിസ്കരിക്കുക. ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. സമയത്ത് നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ നിസ്കരിക്കണം. ചിന്തിക്ക്, മക്കളെ നിസ്കരിക്കാത്തവനെ അടിക്കണമെന്നാ, 7 വയസ്സിന് കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. ആരാ തല്ലണേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏത് വാപ്പയാ, ഏത് ഉമ്മയാ? നരച്ചേക്ക് ആരുമില്ലടോ, ആരും തല്ലത്തൊന്നുമില്ല. കാരണം തല്ലാൻ പോയാ മക്കൾ ഉപ്പാനെ നോക്കി ചിരിക്കും.
ഉമ്മ തല്ലാൻ വേണ്ടി വടിയായിട്ട് പോയാൽ മക്കൾ ഉമ്മാനെ നോക്കിയിട്ട് ചിരിക്കുക. പണ്ടൊരാള് ജംറയിൽ പോയി കല്ലെറിഞ്ഞു ഷെയ്ത്താനെ കല്ലെറിഞ്ഞപ്പോ ഷെയ്ത്താൻ ചോദിക്കുന്നു, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോ? എടാ നീ എന്നെ എറിയുന്നോടാ എന്ന് ചോദിച്ചതുപോലെ വാപ്പ അടിക്കാനെങ്ങാനും വടിയായിട്ട് മോന്റെ അടുത്ത് പോയാൽ മോൻ പറയും, വാപ്പ നിങ്ങളൊന്ന് ആദ്യം പള്ളിയിൽ പോകും, പിന്നെ എന്നെ നന്നാക്കാൻ. അവൻ പറഞ്ഞില്ലെങ്കിലും ആ ചിരിക്കകത്തുള്ള കാര്യ വാപ്പായിട്ട് പറയാൻ പറ്റൂലല്ലോ, ഉമ്മയായതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മക്കൾ ചിരിക്കന്തേ, അതിനർത്ഥം അതാ നിങ്ങളൊന്ന് പള്ളിയിൽ പോകാൻ ആദ്യം. ഇങ്ങനെ ആയിപ്പോയി നമ്മള്. നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് നല്ലത് പറയണ്ടേ? നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് നമ്മുടെ മക്കളല്ലേ? അങ്ങനെ ജീവിക്ക്. നാട്ടുകാരെ കൊണ്ട് നല്ലവനെന്നല്ല, മക്കള് പറയണം വാപ്പ നല്ലവനാ, ഉമ്മ നല്ലവനാ.